ഇതിൻ്റെ അടുത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല രസമാണ്, നല്ല തണുപ്പ്, അടിപൊളിയാണ്, കുഴപ്പമില്ല. നല്ല അവിടെ ഒരു ചെറിയൊരു ഒരു അരയുടെ ഒപ്പം വെള്ളമുള്ളൂ, അരയല്ല, കുറച്ച് നമ്മുടെ നെഞ്ചിൻ്റെ ഒപ്പം വെള്ളമുള്ളൂ. കുഴപ്പമില്ല, നല്ലൊരു സ്ഥലമാണ്. രണ്ട് വഴിയുണ്ട്, അതിലേ ഉണ്ട്, ഇതിലേയും പോവാം. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളത് മൺ റോഡാണ്, ഓഫ് റോഡ്. ചെറിയൊരു പാലമുണ്ട്, പാലം കടന്നു വേണം പോകാൻ. പഴയ കോൺക്രീറ്റ് പാലമാണ്. നല്ല പുള്ള പിടിക്കണം. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഇല്ല, നമ്മൾ കയറിയിട്ട് ഒരു ആദിവാസി വീടുണ്ട്, അതുകൊണ്ട് നമുക്ക് നമ്മൾ ആ മിറ്റടിച്ചിട്ട് വഴിയില്ലേ, അതൊരു മിറ്റടിച്ചിട്ട് വഴി, ആ വഴിയിലേക്ക് കൺഫ്യൂഷൻ ആയി. ഇല്ല, ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കാം, എടുത്തു വരും. ടൈറ്റാനിക് മാറാന്നാ പറഞ്ഞത്. ചെറിയ എരിച്ചില് പോലെ തോന്നും. ചെറിയ കാരം, ചെറിയ കാരം. പോട്ടെ ബേക്ക് കേട്ടുവോ? പോട്ടെ. ഓ, ഇതാണ് ടൈറ്റാനിക് പാറ എന്ന ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ടൈറ്റാനിക് പാറ ഇത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു വഴിയുണ്ട്, ആ വഴിയായിട്ട് കണക്റ്റിങ് ആവുന്ന ഒരു വഴിയാണ്. ഇവിടെ ചെറിയൊരു ടൗൺ ഉണ്ട്, ഇവിടുന്ന് തടിയെല്ലാം കയറി പോകുന്നുണ്ട്. ഇതൊരു ചെറിയ ടൗൺ ആണ് ഇവിടുത്തെ. ഇവിടെ ഇതെല്ലാം ആദിവാസി ഊരാണ്, വീടുകളാണ് ഇവിടെ ഈ സൈഡുകളിലുള്ളത്. വില്ലേജാണ്, ആദിവാസി വില്ലേജ്. ഇവിടുത്തെ ഒരു അംഗനവാടിയാണ്, അംഗനവാടി. ഈ മാങ്ങളം പഞ്ചായത്തിൽ ആകപ്പാട് ഒരു സർക്കാർ സ്കൂളാണ് ഞാൻ കാണിച്ചത്. സ്കൂളേ ഉള്ളൂ മാങ്ങളം പഞ്ചായത്ത്, അതും ഇവിടെയാണ്. മാങ്കുളത്ത് ഒറ്റ സ്കൂളേ ഉള്ളൂ, ഗവൺമെൻറ് സ്കൂള്. ഇത് ഇവിടുത്തെ ചെറിയൊരു കടയാണ്. ഉണക്കാനിട്ട് കൊക്കോയാണ്, 900 രൂപ വിലയാണ് കൊക്കോയ്ക്ക്. ഇതാണ് ചിക്കനംകുടി വിദ്യാഭ്യാസ സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്, സർക്കാർ സ്കൂളാണ്. വിദ്യാഭ്യാസ ഉപജില്ല മൂന്നാർ, വിദ്യാഭ്യാസ ജില്ല കട്ടപ്പന, ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. 1999 ഇത് സ്കൂൾ സ്ഥാപിച്ചത്. ഇപ്പം നമ്മൾ മുമ്പേ പോയ
33 പോയ വഴിയിലേക്ക് നമ്മൾ ചെന്ന് എത്തും. റോഡ് പണിക്ക് വേണ്ടി മെറ്റിൽ കൂട്ടിയിട്ടാണ് ഇവിടെ. ഈ വഴിയാണ് 33 സ്ഥലത്തിലേക്ക് നമ്മൾ പോയത് മുമ്പ്. ഇനി നമ്മൾ താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ പോയി കുളിക്കാനെല്ലാം പോവാണ്. ഞങ്ങളിവിടെ വണ്ടി നിർത്തി കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു വോളിബോൾ കോർട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർ ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കെല്ലാം വീടുള്ള ആദിവാസി ഏരിയ ആണ് ഇവിടെ മൊത്തം. ഇതിലെ വഴി ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങോട്ട്, ഇവിടം വരെ കാണുന്നുണ്ട്. അതിൽ പ്രളയമെല്ലാം വന്നപ്പം മൊത്തം പോയതാന്ന് തോന്നുന്നു. ഇവിടെയെല്ലാം ആഴം കുറവാണ്, ചെറിയ കഴുത്തപ്പം വെള്ളമുള്ളൂ. ഇവിടെ ഒരു പാലമുണ്ട്, നല്ല ഇതൊന്ന് പുതുക്കിപ്പണതാണ്. അപ്പം നല്ല രസമുണ്ട്. ഇവിടെ വരുന്ന വഴിക്കാണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ തന്നെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ നല്ല രസമാണ്. നല്ല 2 മല നിരകളാണ് കാണുന്നത്. അതിൻ്റെ ഇടവഴി വെള്ളം ഒഴുകുന്നതാണ്, വെള്ളമുള്ളപ്പം. പിന്നെ ഇവിടെ ഒരു പട്ടീനെ നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട് ചേട്ടന്. താഴെ പിള്ളേരെല്ലാം കുളിക്കുന്നുണ്ട്, നല്ല രസമാണ്. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഇത് പുതുക്കി പണിതാണ്, പെയിൻറ്റിലടിച്ച് നല്ല പുതുക്കി പണിതാണ്. ഇവിടെ എല്ലാം വെള്ളം കയറുകയാണ്. നമ്മളീ പാലത്തെ കൂടെ പോകുന്നുണ്ടല്ലോ. നമ്മളിപ്പം പാലം കറങ്ങി. പാലത്തിൻ്റെ മേളിൽ വരെ പ്രളയത്തിന് വെള്ളം കയറിയായിരുന്നു. ഈ ഹോട്ടലാണ് നമുക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കിയേക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇനി അടുത്ത യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വഴി നേരെയാണ് നമ്മൾ. ഇനി ചെറിയൊരു ഓഫ് റോഡാണ്. നമ്മളിപ്പം പോകുന്നത് കറക്റ്റ് ഒറ്റ വഴിക്ക് പോകുന്ന റൂട്ടാണ്. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ആദിവാസി കോളനി ഉണ്ട്, അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. ഇത് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റിന്റെ അകത്തുകൂടി നമ്മൾ പോകുന്നത്. ഇങ്ങനെ വഴി വെട്ടിയെടുത്തതാ. അതിന് മുകളിൽ ആദിവാസി വില്ലേജ് ഉണ്ട്.
ഇനി അങ്ങോട്ട് ഫുള്ള് വളവും തിരിവും കയറ്റവുമാണ്. ഹെയർ പിന്നാണ്, നല്ല ഹെയർ പിന്നാണ്. ഇവിടെ നോക്കിയാൽ ഏകദേശം നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പം കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാരിൽ ഇങ്ങോട്ട് വരുമോ? ശരിക്കും ഫോറസ്റ്റിനകത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ആദിവാസികളുടെ വീടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഫുള്ള് കാപ്പിത്തോട്ടമാണ്. ഇവരുടെ വീട് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതായത് ഇവരുടെ വീടാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇതെല്ലാം ഇവരുടെ ഏരിയയാണ്. കുഴപ്പമില്ലാത്ത വീടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഓഫ് റോഡ് ആരംഭിക്കുകയാണ്. പിടിച്ചിരുന്നോ? വഴി മോശം, ഉള്ളേ നല്ല നോക്കണം. അടി തട്ടുമോ? ഓഫ് റോഡാണ്. പോട്ടെ. ഇത് വർക്കിന് കൊണ്ട് വെച്ചായിരുന്നില്ല അവർ ഇവിടെ ഗ്യാസൊന്നും ഇല്ല. അവർക്ക് ഫുള്ള് വിറവേലുള്ള പരിപാടിയാണ് ആദിവാസികൾ. ഓ, നമുക്ക് ഗ്യാസ് കൊടുക്കൂല? ഉപയോഗിക്കാൻ അവർക്ക് പേടി. അവരുടെ വിറകാണ് ഇത് മൊത്തം ഇരിക്കുന്നത്. അവർ ഗ്യാസ് ഉപയോഗിക്കില്ല. ഈ പുഴ കടന്നിട്ട് വേണം നമുക്ക് അപ്പുറം കിടക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ കുറുകെ ചെറിയൊരു കോൺക്രീറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കല്ലെല്ലാം നിരത്തി ലെവലാക്കിയിട്ടേക്കണം. അപ്പം പ്രളയം വന്നതിന് ശേഷം കുറച്ച് ഭാഗങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. കറക്റ്റ് വീൽ ബേസ് നോക്കി വേണം പോകാൻ. തണ്ണിയുണ്ട്, നല്ല രസം. നിറച്ച് വെള്ളമുള്ള ഡിസംബറിലൊക്കെ നല്ല സമയം. ഇനി അങ്ങോട്ട് ഓഫ് റോഡും അതുപോലെ ഫുള്ള് വനത്തിൽ കൂടിയാണ് യാത്ര. ഫുള്ള് ഓഫ് റോഡാണ്. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള വഴികളാണ്. ഇതിൻ്റെ കറുത്ത വെച്ചിരിക്കുന്നത് അത് അവരൊരു മരുന്ന് വെച്ചിരിക്കുന്നതാണ് ആന വരാതിരിക്കാൻ. നമ്മളെ പോകുന്ന വഴിക്ക് ഒരു കറുത്ത ചാക്ക് നിങ്ങൾ കണ്ടുപോകണമായിരിക്കും. അത് ഒരു മരുന്ന് തേച്ച് വെച്ചേക്കുക. ചണച്ചാക്ക് ആണ്.
അപ്പോൾ ആന വരാതിരിക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. നല്ലൊരു ഓഫ് റോഡാണ്. காலகட்டிலேருந்து அரியக்குடி போய் அழுதா போய் முக்குவி போயிடும். அழுதா நதிக்கு போகாமல் அழுதா மணி போகாமல் அந்த ஃபாரஸ்ட் ரூட் ரைட். പറ്റിയാണ്. அங்கே ஓடும். ஆமாம், இந்த அளவு தான் வேணும். இந்த அளவு സ്റ്റീലിൻ്റെ അങ്ങനെ തിരിച്ച് വേണം ചെയ്യാം അല്ലേ? പോകാം. ഗൈസ്, വണ്ടി ഓഫ് റോഡാണ്. അപ്പോൾ ഇറങ്ങി വരുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അല്ല, കഷ്ടിച്ച അറ്റപ്പറ്റാണ്. കണ്ട തെന്നി തെന്നി പോവാണ് വണ്ടി. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വീണ്ടും ചെറിയൊരു ഓഫ് റോഡിലേക്ക് വന്നിരിക്കുകയാണ് ഗേസ്. ഒരു വീടാണ് അതിൻ്റെ തൊട്ട് താഴെ. ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ അതിർത്തിയുടെ ഒരു ദണ്ടാന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിൻ്റെ വലത് സൈഡിൽ ആൾക്കാരുടെ ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥലവും മേളിൽ ഫോറസ്റ്റുമാണ്. ആദ്യം പറഞ്ഞ് പുലിയാന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടം തുടങ്ങി കുറച്ച് ടാറിങ് കാണുന്നുണ്ട്. മൊത്തം തല്ലിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ചെറിയ
അവിടെ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു 8 പോസ്റ്റ് ഉണ്ട്. അവിടെ ആരെയും കാണുന്നില്ല. പിന്നെ മടുത്ത് വന്ന് ഇരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഇരിപ്പിടവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഫോറസ്റ്റെല്ലാം കഴിഞ്ഞ് സാധാരണ റോഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ താഴെത്തി കഴിയുമ്പം നല്ല വഴി കാണുന്നത് പ്രതീക്ഷിക്കാം. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. നല്ല വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ മേളിലൊരു മീൻകുളമുണ്ട്. ഇതൊരു മീൻകുളമാണ്. പിന്നെ ബോട്ടിനെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ഇവിടെയുണ്ട് കുളിക്കുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം.